ത്രികാലജ്ഞാനികളായ മഹാഗുരുക്കന്മാർ തങ്ങളുടെ ആത്മബോധത്തിലൂടെ ഈശ്വരന്റെ സാന്നിധ്യം നിരന്തരം തിരിച്ചറിയുന്നവരാണല്ലോ. ഭഗവാൻ ഏത് രൂപത്തിൽ, ഏത് നാമത്തിൽ, ഏതൊക്കെ ദേശത്ത് വിളങ്ങുന്നുവെന്നും കാലാന്തരങ്ങളിൽ ഭഗവാന്റെ ശക്തി വൈഭവം നിറയുന്നത് ഏതൊക്കെ ക്ഷേത്രങ്ങളിലായിരിക്കുമെന്ന് വരെ മുൻകൂട്ടി തിരിച്ചറിയുന്നവരാണല്ലോ ആത്മജ്ഞാനികളായ മഹാഗുരുക്കന്മാർ. ഇവിടെ ശ്രീനാരായണ ഗുരു പുനഃപ്രതിഷ്ഠ നടത്തി നിർമ്മിച്ച അരുമാനൂർ ശ്രീ നയിനാർ ശിവക്ഷേത്രത്തിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പത്തെ ചരിത്ര കഥകളുണ്ട്. അരുമാനൂർ എന്ന ഗ്രാമത്തിലെ ഓരോ ജനിമൃതികളിലും മഹാദേവന്റെ ചൈതന്യമറിഞ്ഞനുഭവിക്കാനുള്ള നിയോഗമുണ്ടായി എന്നു തന്നെ പറയാം. അതിപ്പോഴും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവന്റെ സ്പർശനത്താൽ പുനർനിർമ്മിതമായ ഈ ക്ഷേത്രം അരുമാനൂരിന് ഋതുഭേദങ്ങളില്ലാത്ത ഉത്തരായന കാലം നൽകുന്നു എന്നതാണ് സത്യം. ആത്മാവിലേക്കുള്ള തീർത്ഥയാത്രകളുടെ ഇടവേളകളിൽ ശ്രീനാരായണ ഗുരുവും ധ്യാനിക്കുവാനുള്ള ഇടങ്ങളിലൊന്നായി അരുമാനൂരിലും എത്തി. പാടാൻ പഠിപ്പിച്ച പൊൻകതിർ പ്രഭ ചൂടും പാവന ക്ഷേത്രമേ, ഞങ്ങളോടരുളുന്നു, ഞങ്ങൾ അറിയുന്നു. ശിവപാർവതി ചൈതന്യം തിരിച്ചറിഞ്ഞ് ക്ഷേത്ര പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഗുരു തുടക്കം കുറിക്കുകയായിരുന്നു. അരുമാനൂർ ശ്രീ നയിനാർ ദേവി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിതരായിട്ടുള്ള നായിനാരും നാച്ചിയാരും കിരാതവേഷത്തിൽ ഭക്താനുഗ്രഹത്തിനായി പുറപ്പെടുന്ന ഭാവത്തിൽ സങ്കല്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. അർജുനനെ പരീക്ഷിച്ച് തന്നെക്കാൾ ഒരു വില്ലാളി ഇല്ലെന്നുള്ള അഹങ്കാരം ശമിപ്പിച്ച് പാശുപതാസ്ത്രം നൽകുന്നതിന് പാർവതിയുടെ പ്രേരണ പ്രകാരം ശിവനും ഭഗവതിയും കാട്ടാളവേഷം ധരിച്ച് പുറപ്പെടുന്ന ഭാവത്തിലാണ് ഇവിടെ നായിനാർ നാച്ചിയാർമാരെ പ്രതിഷ്ഠിച്ചിട്ടുള്ളതെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ബ്രഹ്മമുരാരിസുരാർച്ചിതലിംഗം നിർമ്മല ഭാഷിത ശോഭിതലിംഗം ജന്മദുഃഖ വിനാശകലിംഗം തൽപ്രണമാമി സദാശിവലിംഗം ബ്രഹ്മമുരാരിസുരാർച്ചിതലിംഗം. അർജുനന് അഭീഷ്ടസിദ്ധിയുണ്ടായത് പാർവതിയുടെ പ്രേരണ കൂടിക്കൊണ്ടായിരുന്നത്രേ. ഇവിടെ നായിനാർ ദേവന്റെ അനുഗ്രഹാശിസുകൾ ലഭിക്കുന്നതിന് നാച്ചിയാർ ഭഗവതിയെ കൂടി ഭജിച്ച് പ്രസാദിപ്പിക്കേണ്ടതാണ്. ശ്രീ നയിനാർ ദേവനെയും നാച്ചിയാർ ഭഗവതിയെയും അല്പം പോലും അഹങ്കാരമില്ലാതെ ഹൃദയപൂർവ്വം ഭജിച്ച് പ്രസാദിപ്പിച്ചാൽ ധാർമ്മികമായ എല്ലാവിധ അഭീഷ്ടങ്ങളും ലഭിക്കുമെന്നുള്ളത് തീർച്ചയാണ്. ഭക്തജനങ്ങൾക്ക് നിത്യേന അനുഭവത്തിലുള്ള യാഥാർത്ഥ്യമാണത്. ഇവിടെ എല്ലാ വർഷവും ആയില്യപൂജ നടത്തി വരാറുണ്ട്. നാഗദൈവങ്ങൾക്ക് 100 പാലും അഭിഷേകങ്ങളും നടത്തുവാൻ 100 കണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേരുന്നു. കിരാതഭാവത്തിൽ കുടികൊള്ളുന്ന ദേവനും ദേവിക്കും ഉപദേവങ്ങളായ നാഗങ്ങൾക്കും
സർവാചാരാനുഷ്ഠാനങ്ങളോടുകൂടി അതിപ്രാധാന്യത്തോടെ തന്നെയാണ് ഇവിടെ പൂജ നടത്തി വരുന്നത്. താലങ്ങളിൽ അവിലും നാളികേരവും പഴവും നിറച്ച് നാഗദൈവങ്ങൾക്ക് നിവേദ്യമായി നിരനിരയായി വച്ച് സർവദോഷ പരിഹാരങ്ങൾക്കും പാപമോക്ഷങ്ങൾക്കും വേണ്ടി ഭക്തജനങ്ങൾ നാഗദൈവങ്ങളെ പ്രാർത്ഥിക്കുന്നു. അരുമാനൂരിന്റെ സന്ധ്യകൾ ശിവമന്ത്രങ്ങളാൽ നിറയുമ്പോൾ ദേവനും ദേവിക്കും ദീപാരാധന വേളയായി. ഇഹത്തിലും പരത്തിലുമുള്ള മോക്ഷമാർഗങ്ങൾക്കായി ദേവിയിലും ദേവനിലേക്കും ലയിച്ചു ചേരുവാനായി പ്രകൃതിയും മനുഷ്യരും മന്ത്രാക്ഷരങ്ങളാൽ മുഴുകി. ശിവോ